Hi all, welcome back to Click. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, സിസ്റ്റം മാനേജർ എന്നീ തസ്തികകളിലേക്കായിട്ട് കേരള PSC ജൂലൈ 28, 2025 കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോമൺ എക്സാമിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വരുന്നുണ്ട്, പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്, ദെൻ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. സോ ഇത് 3ഉം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് 14 മാർക്കിന് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന പോർഷനിൽ മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് സിലബസിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുമുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ TCP കണക്ഷൻ. വെയിറ്റ് ഒരു സെക്കൻഡ്, ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്തോട്ടെ. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൻസർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് നിങ്ങളിൽ ആരെങ്കിലും അത് ചലഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എനിവേ ആൻസേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. Let's start with the first question. Consider a TCP connection. TCP connection ആണ് പറഞ്ഞിട്ടുള്ളത്. Where the sender has maximum segment size of 1500 bytes. Okay, maximum segment size തന്നിട്ടുണ്ട്. നമുക്ക് TCP കണക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള വാല്യൂസ് ഞാൻ ഇപ്പോഴേ എഴുതി പോവുകയാണേ. മാക്സിമം സെഗ്മെന്റ് സൈസ് MSS 1500 bytes ആണ് തന്നിട്ടുള്ളത്. ആയിക്കോട്ടെ. Then the round trip time RTT is 200 milliseconds. RTT തന്നിട്ടുണ്ട് 200 milliseconds. Then the initial congestion window is set to 1 MSS. So initial congestion window തന്നിട്ടുണ്ട്. This is equal to 1 MSS. MSS നമുക്കറിയാം maximum segment size. And the receiver's advertised window size is 12,000 bytes. Receiver's advertised window is equal to 12,000 bytes എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്യൂമിങ് സ്ലോ സ്റ്റാർട്ട് ഫേസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഹൗ മെനി RTTs will it take for the congestion window to reach the size of the receiver's advertised window? ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി കുട്ടികൾ ടഫായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പ്രോബ്ലംസ് നമ്മുടെ സ്റ്റുഡൻസിൽ കുറച്ച് പേര് ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും പറയണ്ടായി. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള 5 to 10% കുട്ടികൾ, 10% ഒന്നും കാണില്ല, അത്രയും കുട്ടികൾ മാത്രമേ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അതും ഗേറ്റിനോ അല്ലെങ്കിൽ നെറ്റിനോ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഫോർമുല ആയിട്ട് നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും കണ്ടിട്ടും ഇല്ല. ഒരു കൈൻഡ് ഓഫ് ഗേറ്റ് ഓൺ നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിന്റെ ടഫ്നെസ് ലെവൽ, അതായത് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓഫ് മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഓൺലി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അറിയാത്ത കുട്ടികൾക്കായിട്ട് പറയാണ്, TCP കൺജഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് കൺജഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് അൽഗരിതംസ്, അതാണ് TCP കൺജഷൻ കൺട്രോൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് കൺജഷൻ പ്രിവെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാല്യൂസും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. TCP കൺജഷൻ കൺട്രോളിനകത്ത് 3 ഫേസസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്ലോ സ്റ്റാർട്ട് ആണ്. അതായത്
ഒരു സ്മോൾ കൺജഷൻ വിൻഡോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ടിപ്പിക്കലി 1 MSS ആയിരിക്കും. 1 മാക്സിമം സെഗ്മെന്റ് സൈസ് 1 വരത്തക്ക രീതിയിലായിരിക്കും ആ കൺജഷൻ വിൻഡോ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കൺജഷൻ വിൻഡോ, ഈ സ്ലോ സ്റ്റാർട്ട് ഫേസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുവെച്ചാൽ കൺജഷൻ വിൻഡോ ഓരോ RTTയിലും ഡബിൾ ചെയ്യും. അതായത് ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ബാൻഡ് വിഡ്ത്ത് ഗ്രാജുവലി പ്രോബ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുവെച്ചാല് കൺജഷൻ അവോയ്ഡൻസ് ആണ്. ഒരു ത്രഷോൾഡ്, ഒരു സർട്ടൺ ത്രഷോൾഡ് കഴിഞ്ഞാല് ഈ പറയുന്ന കൺജഷൻ വിൻഡോ നമ്മൾ എന്ത് ചെയ്യും, ലീനിയർലി ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി ആയിരിക്കില്ല. ഓക്കെ, ദെൻ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് റീട്രാൻസ്മിറ്റ് ആൻഡ് ഫാസ്റ്റ് റിക്കവറി. ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാല് കൺജഷൻ വിൻഡോ അത് റെഡ്യൂസ് ചെയ്യുന്നത് വഴി പാക്കറ്റ് ലോസ് ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുൾ റീട്രാൻസ്മിഷൻ ടൈം ഔട്ട് അവോയ്ഡ് ചെയ്യുക. അതാണ് ഈ ഒരു തേർഡ് ഫേസിൽ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് സ്ലോ സ്റ്റാർട്ട് ആണ് എന്നുള്ളത്, സ്ലോ സ്റ്റാർട്ട് ഫേസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസ്യൂമിങ് സ്ലോ സ്റ്റാർട്ട് ഫേസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഹൗ മെനി റൗണ്ട് ട്രിപ്പ് ടൈംസ്, ഹൗ മെനി RTTs will it take for the congestion window to reach the size of the receiver's അഡ്വർടൈസ്ഡ് വിൻഡോ. റിസീവറിന്റെ അഡ്വർടൈസ്ഡ് വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് 12,000 ബൈറ്റ്സ് ആണ് എന്നുള്ളത്. അത് എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം RTTs റൗണ്ട് ട്രിപ്പ് ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വേറെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, MSS തന്നിട്ടുണ്ട്, മാക്സിമം സെഗ്മെന്റ് സൈസ്, അതായത് ഒറ്റയടിക്ക് TCPക്ക് അയക്കാനായിട്ട് സാധിക്കുന്ന ലാർജസ്റ്റ് സെഗ്മെന്റ് സൈസ് എത്രയാണ് എന്നാണ് ഈ MSS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് 1500 ബൈറ്റ്സ് ആണ്. നെക്സ്റ്റ് റൗണ്ട് ട്രിപ്പ് ടൈം ആണ് തന്നിട്ടുള്ളത് RTT. റൗണ്ട് ട്രിപ്പ് ടൈം അല്ലെങ്കിൽ RTT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുവെച്ചാല് ഒരു പാക്കറ്റ് സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്നതിനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും തിരിച്ചെത്തുന്നതിനും എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ RTT എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ 200 മില്ലി സെക്കൻഡ്സ് അല്ലെ എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനീഷ്യൽ കൺജഷൻ വിൻഡോ നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കൺജഷൻ വിൻഡോ ആണ് നമ്മളിപ്പോ പറഞ്ഞത് 1 MSS എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനീഷ്യലി ആ കൺജഷൻ വിൻഡോ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് തന്നിട്ടുള്ള റിസീവേഴ്സ് അഡ്വർടൈസ്ഡ് വിൻഡോ. റിസീവേഴ്സ് അഡ്വർടൈസ്ഡ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് ഒരു അക്നോളജ്മെന്റ് ഇല്ലാണ്ടേ തന്നെ, അക്നോളജ്മെന്റിന് മുൻപ് തന്നെ മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ഡേറ്റ റിസീവറിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ റിസീവേഴ്സ് അഡ്വർടൈസ്ഡ് വിൻഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 12,000 ബൈറ്റ്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാർട്ട് സ്ലോ ഫേസ് ആണ്. സ്റ്റാർട്ട് സ്ലോ ഫേസിൽ എങ്ങനെയാണ്, കൺജഷൻ വിൻഡോ എന്ത് ചെയ്യും, 1 MSS തൊട്ട്, 1 MSS ആണ് ഇനീഷ്യൽ കൺജഷൻ വിൻഡോ. സ്റ്റാർട്ടിങ് ഫ്രം 1 MSS എന്ത് സംഭവിക്കും, ഡബിൾസ് എവറി RTT. അത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തു, ഡിഫറെന്റ് ഫേസസ് മെൻഷൻ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഡബിൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് RTT നടക്കുമ്പോൾ കൺജഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 MSS ആണ്. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈസ് ഇൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കും, അതായത് സൈസ് ഓഫ് റിസീവേഴ്സ് അഡ്വർടൈസ്ഡ് വിൻഡോന്റെ സൈസ് എന്ന് പറയുന്നത് 1 into 1500. MSS എന്ന് പറയുന്നത് 1500 ബൈറ്റ്സ് ആണ്. ഓക്കെ, സോ 1 into 1500 ഈക്വൽ ടു 1500 ബൈറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 1500 ആണ് വരുന്നുണ്ടായിരിക്കുക. നൗ ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ RTT സെക്കൻഡ് RTT ആവുന്ന സമയത്ത് 2 MSS ആയി മാറും. 1 into 2 MSS ആയിട്ട് മാറും. ഏത്, കൺജഷൻ വിൻഡോന്റെ സൈസ് കേട്ടോ. ദെൻ 2 into 1500. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്, 3000 അല്ലേ വരുന്നത്. യെസ്, അപ്പോ എത്രയാണ് സൈസ് വരുന്നത്, 3000 ബൈറ്റ്സ് ആയിട്ട് മാറും. അതായത് റിസീവറിന്റെ വിൻഡോ സൈസ് ആണ് കേട്ടോ. അത് 12,500 ഏത് RTTയിലാണ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എത്ര RTTs അതിന് വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി തേർഡ് RTTയിലേക്ക്, ഈ ഒരു ഫസ്റ്റ് കോളം RTT ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ തേർഡ് RTT ആവുമ്പോൾ എന്ന് പറയുമ്പോൾ
എത്രയായി മാറും? ഡബിൾ ആവും അഗൈൻ ഏത് കൺജഷൻ വിൻഡോ സൈസ്. അപ്പൊ 2 into 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈക്വൽ ടു 4 MSS ആയിട്ട് മാറും. ദിസ് മീൻസ് 4 into 1500. ദിസ് ഈസ് ഈക്വൽ ടു 6000 എന്ന് എഴുതിക്കൂടെ? യെസ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഫോർത്ത് RTT യിൽ ഇതിന്റെ ഡബിൾ ആവും. ദാറ്റ് മീൻസ് 8 MSS ആവും. 8 MSS എന്ന് പറയുമ്പോൾ 8 into 1500. ദിസ് ഈസ് ഈക്വൽ ടു 12,000 ആയി തീരില്ലേ? യെസ്. ഇതില് 8 MSS അതായത് 4 RTTs കഴിഞ്ഞതിന് ശേഷം കൺജഷൻ വിൻഡോ റീച്ചസ് 8 MSS. ദിസ് ഇസ് ഈക്വൽ ടു 12,000 ബൈറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഈ 12,000 ബൈറ്റ്സ് അല്ലേ റിസീവറിന്റെ അഡ്വർടൈസ്ഡ് വിൻഡോ സൈസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈ ഒരു ടേണിൽ എന്ത് സംഭവിക്കും? ആക്ച്വലി ദിസ് മാച്ചസ് ദി റിസീവേഴ്സ് വിൻഡോ സൈസ് അല്ലെ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എവിടെ? 16 ഉണ്ട്, 16 അല്ല 8 ഉണ്ട്, 4. ഫോർത്ത് RTT അല്ലേ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ആൻസർ കീയിൽ ബി എന്നാണ് തന്നിട്ടുള്ളത്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഈ ബി തന്നിട്ടുള്ളത് 8 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? ഹൗ മെനി RTTs വിൽ ഇറ്റ് ടേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ കൺജഷൻ വിൻഡോന്റെ സൈസ് അല്ല ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് RTTയില് നമ്മുടെ കൺജഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണെന്ന് നമുക്ക് പറയാം? 8 MSS ആണ് എന്ന് നമുക്ക് പറയാം. അല്ലാതെ ഹൗ മെനി RTTs വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ കൺജഷൻ വിൻഡോ എന്ന് ചോദിക്കുമ്പോൾ 8 എന്ന് കൊടുക്കാൻ പറ്റുമോ എന്നതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഫോർത്ത് RTTയില് 8 ആയിരിക്കും കൺജഷൻ വിൻഡോ സൈസ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയുക. സോ ദാറ്റ്സ് ആൻസർ. അപ്പൊ ഇൻ കേസ് ആരെങ്കിലും 4 എന്നുള്ള ആൻസർ ആണ് പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്, ബബിൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കുഡന്റ് ആൻസർ ദാറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ പല സെഷനുകളിലും കർബറോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വരും എന്നുള്ളത്. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. വിച്ച് സെനാരിയോ ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് the Kerberos protocol for authentication in a networked environment? നമുക്ക് 4 scenarios വന്നിട്ടുണ്ട്. അതില് നമ്മൾ Kerberos protocol യൂസ് ചെയ്യുന്ന വഴി ബെനിഫിറ്റഡ് ആയിട്ടുള്ള സെനാരിയോ ഏതാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ഏതൊക്കെയാണ്? യൂസർ ക്യാൻ ആക്സസ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് സർവീസസ് സെക്യൂർലി വിതൗട്ട് നീഡിങ് ടു റിപ്പീറ്റഡ്ലി എൻറ്റർ ദെയർ ക്രെഡൻഷ്യൽസ്. സിംഗിൾ സൈൻ ഓൺ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ ഇത് ഉദ്ദേശിക്കുന്നത് അല്ലേ? സിംഗിൾ സൈൻ ഓൺ ഇത് നമ്മൾ ഗൂഗിളിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത് എന്നുള്ളത് നമ്മൾ കർബറോസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് എ റൈറ്റ് ഓപ്ഷൻ. I cannot say that this is a right option. Let me read the remaining ones. Next one, the network administrator can manually distribute passwords to all users. അതല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്. യൂസർ ക്യാൻ ഡയറക്ട്ലി കണക്ട് ടു അനദർ യൂസേഴ്സ് ഡിവൈസ് വിത്തൗട്ട് എനി ഇന്റർമീഡിയറി. നോ. The system can automatically detect and remove unauthorized devices from the network. Not at all. അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓൺലി. നമുക്കറിയാം കർബറോസ് എന്ന് പറയുന്നത് ഈ സിംഗിൾ സൈൻ ഓൺ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. അതായത് ഒരു തവണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ യൂസറിന് മൾട്ടിപ്പിൾ സർവീസസ് സെക്യൂർ ആയിട്ട് ക്രെഡൻഷ്യൽസ് റീ എൻറ്റർ ചെയ്യാതെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രെഡൻഷ്യൽസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി വിച്ച് ഇസ് നമുക്കറിയാം ഏതാണ് ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ KDC കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഈ ഒരു ഓപ്ഷനിൽ മാനുവൽ കീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് കർബറോസ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് മാനുവൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കർബറോസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസെക്യൂർ. മാനുവലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇൻസെക്യൂർ ആണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മൾ എന്താ കണ്ടേ? ഡയറക്ട്ലി കണക്ട് ടു അനദർ യൂസേഴ്സ് ഡിവൈസ് എന്ന് പറയുന്നു. ദാറ്റ്സ് നോട്ട് ട്രൂ. കാരണം പിയർ ടു പിയർ ഡയറക്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഒരു കീ ഫീച്ചർ അല്ല. കർബറോസിനകത്ത് ഒരു സെൻട്രൽ അതോറിറ്റി ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ. സോ ദാറ്റ്സ് നോട്ട് ട്രൂ. ദെൻ സിസ്റ്റം ക്യാൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആൻഡ് റിമൂവ് അൺഓതറൈസ്ഡ് ഡിവൈസസ് ഫ്രം ദി നെറ്റ്വർക്ക്.
അതിൽ കെർബ്രോസിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അത് റാൻഡം ആയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓൺലി അല്ലേ? സോ ഇത് നമ്മുടെ പിന്നെ PYQ മെറ്റീരിയൽസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നോട്ട്സിനകത്തും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ എനിവൺ കുഡ് ആൻസർ ദിസ് അല്ലേ? നിങ്ങൾക്കത് സിംപ്ലി ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളെ പറ്റിക്കാനായിട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണേ. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ ഫോർമുലയോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പ്യുവർ ലോജിക്ക് മാത്രമേ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇമെയിൽ ക്ലയന്റ്, an email client uses IMAP protocol to access mail server. നമുക്കറിയാം സെൻഡർ കാണും, റിസീവർ കാണും. സെൻഡർ എന്ത് ചെയ്യും? SMTP യൂസ് ചെയ്തിട്ടാണ് മെയിൽസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? SMTP സെർവറിലോട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. റിസീവറിന്റെ എൻഡിൽ എന്തായിരിക്കും ചെയ്യുക? ഈ സെർവറിന് ഇതർ POP3 അല്ലെങ്കിൽ IMAP പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇമെയിൽസ് പുൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റിസീവർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇമെയിൽ ക്ലയന്റ് കേട്ടോ. സെന്ററിന്റെ എൻഡിൽ ഒരു ഇമെയിൽ ക്ലയന്റ് കാണും. ഇമെയിൽ ക്ലയന്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഔട്ട്ലുക്ക്, ഓക്കെ, തണ്ടർബേർഡ്, അതൊക്കെ. സോ ഒരു ഇമെയിൽ ക്ലയന്റ് എന്ത് ചെയ്യുന്നുണ്ട്? IMAP പ്രോട്ടോകോള് മെയിൽ സെർവറെ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ റിസീവറിന്റെ എൻഡിലുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസർ ചെക്സ് ദെയർ the user checks their email every 10 minutes. Every 10 minutes യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്. 10 മിനിറ്റ്സിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഈച്ച് ഇമെയിൽ സിൻക്രണൈസേഷൻ സെഷൻ ട്രാൻസ്ഫേഴ്സ് ആൻ ആവറേജ് ഓഫ് 200 KB ഓഫ് ഡേറ്റ. ഓരോ തവണ ഇമെയിൽ സിൻക്രണൈസേഷൻ നടക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? 200 KB ഓഫ് ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. ആര്? സെർവർ ഈ ഒരു ഇമെയിൽ ക്ലയന്റിലോട്ട്. ദ യൂസർ ഈസ് ആക്റ്റീവ് ഫോർ 8 hours a day. ഒരു ദിവസം 8 മണിക്കൂർ യൂസർ ആക്റ്റീവ് ആണ്. 8 hours a day എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പെർ ഡേ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 8 into 60, 8×6 = 48, 480 മിനിറ്റ്സ് പെർ ഡേ ഈ ചങ്ങാതി ആക്റ്റീവ് ആണ് അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് ഓരോ 10 മിനിറ്റിലും ഈ ചങ്ങാതി യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഇമെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നമ്പർ ഓഫ് സെഷൻസ് പെർ ഡേ is equal to 480/10 അല്ലേ വരുന്നത്? which is equal to 48. നമുക്കറിയാം ഓരോ സെഷനിലും 200 KB ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ഈച്ച് ഇമെയിൽ സിൻക്രണൈസേഷൻ സെഷൻ ട്രാൻസ്ഫേഴ്സ് ആൻ ആവറേജ് ഓഫ് 200 KB ഡേറ്റ. ഓരോ തവണയും 200 KB ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ സെഷനിലും. നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി സിൻക്രണൈസേഷൻ സെഷൻസ് ഒക്കർ ഇൻ 1 day? എത്ര സിൻക്രണൈസേഷൻ സെഷൻ ഒരു ദിവസം ഒക്കർ ചെയ്യുന്നുണ്ട്? ആൻഡ് അത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ? 48. ആൻഡ് ഹൗ മച്ച് ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടോട്ടൽ ഡ്യൂറിങ് ദീസ് സെഷൻസ് ഇൻ 1 day? ഒരു ദിവസം ഈ സെഷൻസ് നടക്കുമ്പോൾ, ഇത്രയും 48 സെഷൻസ് നടക്കുമ്പോൾ എത്ര ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന്. 48 സെഷൻസ് നടക്കുന്നുണ്ട്. സോ ടോട്ടൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ 48 into 200 KB അല്ലേ വരുന്നത്? ഓരോ സെഷനിലും 200 KB ഓഫ് ഡേറ്റ ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. 48 into 200, 48 into 2 എന്ന് പറയുമ്പോൾ 96, 96,000, 9,600 KB. ദിസ് ഈസ് ഈക്വൽ ടു, എനിക്ക് പറഞ്ഞൂടെ, നമുക്ക് MB യിലാണ് വാല്യൂ തന്നിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ബി 9.6 MB. ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിരുന്നു തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഐ ഡോണ്ട് നോ വൈ ഡിഡ് ഐ. ഓക്കെ, sorry, 9.6 MB. That's a right answer. Option B is the right answer. So just ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ കുട്ടികൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു 200 KB 8 hours per day അതൊക്കെ കണ്ടപ്പോൾ എന്താണ്, ഓൾറെഡി നമ്മൾ ഫുള്ള് ഡാർക്ക് അടിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ടഫാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഏർലി മോർണിംഗ് എണീറ്റ് ചെന്ന് ഓൾറെഡി നമ്മൾ ഉറക്കച്ചവടോട് കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രോപ്പറായി വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്.
ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇത് പ്യുവർ ലോജിക് ആണ്, നമ്മുടെ കോമൺ സെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്നുള്ളത്. സോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഇത് ആരെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ട്രിക്കി ആയിട്ടാണ് കേരള PSC ഇത്തവണ ക്വസ്റ്റ്യൻസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബിഫോർ വി ഡിസ്കസ് ദിസ് ക്വസ്റ്റ്യൻ ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ഫ്യൂ തിങ്സ്. നമ്മൾ നേരത്തെ കണ്ട 75th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നാണെന്ന് നമുക്ക് പറയാം. 76th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്നല്ലേ വന്നിട്ടുള്ളത്? യെസ്, എക്സാക്ട്ലി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഇമെയിൽ ക്ലയന്റ്, അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ഇമെയിൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DNS ആണ് പറഞ്ഞിരിക്കുന്നത്. DNS ആക്ച്വലി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഭാഗത്തും കണക്കാക്കാം, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിന്റെ ഭാഗത്തും കണക്കാക്കാം, ബട്ട് സ്റ്റിൽ ഇതിൽ ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൗ DNS ഇംപ്രൂവ്സ് ദ യൂസർ എക്സ്പീരിയൻസ് ഓൺ ദി ഇന്റർനെറ്റ്? DNS എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഫംഗ്ഷനാലിറ്റി എന്താണ് എന്നുള്ളതാണ് ആക്ച്വലി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. DNS encrypts user data to ensure secure communication between clients and servers. ആണോ? DNS അല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത്. സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് TLS ഓർ SSL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. DNS doesn't do that. DNS doesn't have any roles in it. എൻക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നില്ല. So that's not the answer. Then DNS provides direct connections between user devices, bypassing servers for faster communication. ആണോ? അല്ല. DNS എന്താണ് ചെയ്യുന്നത്? നെയിംസ് റിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പിയർ ടു പിയർ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാണോ ചെയ്യുന്നത്? അതാണ് ഇവിടെ മനസ്സിൽ പിയർ ടു പിയർ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡ്സ് ഡയറക്റ്റ് കണക്ഷൻസ് ബിറ്റ്വീൻ യൂസർ ഡിവൈസസ് ബൈപാസിംഗ് സെർവേഴ്സ് ഫോർ ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് നമ്മളെ അങ്ങ് കുഴക്കിക്കൊണ്ട് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് നോട്ട് ദി ആൻസർ. Now, third option എന്താണ്? DNS monitors and regulates internet traffic to prevent network congestion. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ട്രാഫിക് മാനേജ് ചെയ്യുക, കൺജഷൻ കൺട്രോൾ ചെയ്യുക, അതൊന്നും DNS അല്ല ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത് other network protocols and services ആണ്. Okay, so that's not the answer. Next question എന്താണ്? DNS translates human readable domain names into IP addresses. Yes, exactly. And by doing that, what happens? Allowing users to access websites using easy to remember names. Okay, that's the right answer. ഇതെല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഓൺലി. ഞാൻ ഇവിടെ കൂടെ മാർക്ക് ചെയ്യുകയാണ് നമുക്ക് ഓരോ സെക്ഷനിലും വന്നിട്ടുള്ള ലൈക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. അതാണ് കുറച്ചൊരു ഡിലേ എടുക്കുന്നത്. സോ ഞാൻ ഈ 78th ക്വസ്റ്റ്യൻ എവ്രി വൺ ക്യാൻ ആൻസർ എന്നാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേ ഓർ മേ നോട്ട് ആണ് 77th ക്വസ്റ്റ്യനെ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Give me a second. ഓക്കെ, CSMA/CD മീഡിയ ആക്സസ് പ്രോട്ടോകോൾസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു പ്രോബ്ലം ആണ്. വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗേറ്റ് ലെവൽ ആണ്, നെറ്റ് ലെവൽ ആണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസിലി ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ അതിൽ ഒരു പോയിന്റ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു പോയിന്റ് നമ്മൾ പലതവണ ഒരു പോയിന്റ് 2 ഫോർമുലാസ് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പലയിടത്തായിട്ട്. ഓക്കെ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലും PYQസിനകത്താണെങ്കിലും ആ ഒരു ഫോർമുല ഉള്ളതാണ്. പിന്നെ റിമൈനിങ് നമ്മുടെ ലോജിക് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. Consider CSMA/CD networks that transmits data. CSMA/CD network ആണ്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് ഉണ്ട് CSMA/CD that transmits data at a rate of 80 Mbps. 80 Mbps അതിൽ 1 Mbps equal to 10⁶ bits per second എന്ന് തന്നിട്ടുണ്ട്. 10⁶ 10ലാണ് തന്നിട്ടുള്ളത്. 2ന്റെ ടേംസിലല്ല, ബൈനറിന്റെ ടേംസിലല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then എന്താ പറഞ്ഞിരിക്കുന്നത്? ഓവർ എ 1 കിലോമീറ്റർ കേബിൾ വിത്ത് നോ റിപ്പീറ്റേഴ്സ് ഒന്നുമില്ല, 1 കിലോമീറ്റർ കേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ. ഇഫ് ദ മിനിമം ഫ്രെയിം സൈസ് ഈസ് 1 KB, മിനിമം ഫ്രെയിം സൈസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നൽ സ്പീഡ് ഇൻ ദ കേബിൾ ഇൻ കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് CSMA/CD. ഇതിനകത്ത് ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
2 into TP. TP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ്? പ്രൊപ്പഗേഷൻ ഡിലേ. ഓക്കെ, 2 into TP. ഇത് പല ആവർത്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. CSMA CDയിലെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into TP ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട് ഫ്രെയിം സൈസ് ഈസ് ഈക്വൽ ടു 1 KB അല്ലെ? 1 KB എന്ന് പറഞ്ഞാൽ 1024 into 8. This is equal to എത്രയാണ്? 1024 2 വയ്ക്കുന്ന 2 16 ഒരു മിനിറ്റ്, 8 32 ബാക്കി 3 2 16 3 19 ബാക്കി 1 8 1 9 2. എക്സാക്ട്ലി, ഐ എം സോ സോറി. അത്രയും ബിറ്റ്സ് ആണ് വരുന്നത് അല്ലേ? ട്രാൻസ്മിഷൻ ടൈം ഇതിനൊരു ഫോർമുല ഉണ്ട്. ഫ്രെയിം സൈസ് ഞാൻ FS എന്നാണ് ഇടുന്നത്, ഡിവൈഡഡ് ബൈ ഫ്രെയിം സൈസ് ഇൻ ബിറ്റ്സ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. ഇൻ ബിറ്റ്സ് ഡിവൈഡഡ് ബൈ ഡേറ്റ റേറ്റ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് ആയിരിക്കണം അത് പറയുന്നത്. നമുക്കറിയാം ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്സ് 8192. ഇത് ഇങ്ങനെ തന്നെ എഴുതേണ്ടത് കൊണ്ടാണ് ഞാൻ കൺവേർട്ട് ചെയ്തത്. 8192 ബിറ്റ്സ് ഡിവൈഡഡ് ബൈ ഡേറ്റ റേറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ്. നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 80 Mbps എന്നാണ് തന്നിട്ടുള്ളത്. സോ ഐ ഹാവ് ടു റൈറ്റ് ദിസ് ആസ് 80 into 10 power 6 എന്നാലല്ലേ ബിറ്റ്സ് പെർ സെക്കൻഡ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. Now we need to solve this. By doing this we will get what do we say, 10 power 6 അല്ലേ വരുന്നത്. So 8192 divided by 80 എന്ന് പറഞ്ഞാൽ 10 power 7 ആയിരിക്കും വരുന്നുണ്ടാവുക. 8 നമ്മൾ കളഞ്ഞു കഴിഞ്ഞിട്ട് 1024 വരും. 1024 പവർ 7 അല്ലേ വരുന്നത്. 10 power ഡിവൈഡഡ് ബൈ 10 power 1 2 3 4 5 6 7 3 0 അല്ലേ നമ്മൾ മുന്നിൽ ആഡ് ചെയ്യേണ്ടി വരിക. യെസ്, എക്സാക്ട്ലി 0. ഇത്രയും സെക്കൻഡ്സ് ആണ് ട്രാൻസ്മിഷൻ ടൈം നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ? സിഗ്നൽ സ്പീഡ് ഇൻ ദ കേബിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് നമുക്കറിയാം. ട്രാൻസ്മിഷൻ ടൈം കിട്ടി, അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into TP ആണെങ്കിൽ TP ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ട്രാൻസ്മിഷൻ ടൈം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയാവില്ലേ? ദാറ്റ് ഡിവൈഡഡ് 1024 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ 0.00 4 0 വരും അല്ലെ? 512 അല്ലെ? 512 അല്ലേ വരും. 1024ന്റെ പകുതി എന്ന് പറയുന്നത് അത്രയും സെക്കൻഡ്സ് ആണ് പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നുണ്ടാവുക. നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? സോ ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ ഈ പറയുന്ന TP ടൈം അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ 0.0000512. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 10ന്റെ പവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ. ഇത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ 19,531.25. സിൻസ് ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാച്ചിങ് ആയിട്ട് ഈ 3 ഓപ്ഷൻസ്, ഓപ്ഷൻ B, C, D നമുക്ക് എന്തായാലും ഇതിന്റെ അടുത്ത് പോലും മാച്ചിങ് ആയിട്ട് വരില്ല. A ആണ് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു വാല്യൂ കിട്ടിയതിന് ശേഷമല്ല നിങ്ങൾ ഈ ഒരു ഡിവിഷൻ ഇൻറ്റു 10 പവർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യല്ലോ. 2 4 6 7 10 പവർ 7 വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ വാല്യൂസ് ഇതിന് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ആൻസർ ചെയ്യാം. എങ്കിലും ഞാൻ നിങ്ങൾ ഇതിൽ എന്താ പറയാ, എക്സാം എഴുതിയ കുട്ടികളിൽ 5 to 10% കുട്ടികൾ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. സോ നമ്മൾ ഇതൊരു എന്താ പറയാ, നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. കോൺസെപ്റ്റ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ A is the right answer here. Hope this is clear for you, and this one has asked from computer networks part portion only. ഈ ഒരു പോയിന്റിൽ ഞാനൊരു കാര്യം കൂടെ പറയാണ്. ഇപ്പൊ KTUവിന്റെ സിലബസിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ക്വാളിഫിക്കേഷൻ BTech അല്ലെങ്കിൽ MCA പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ എനിക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് KTUവിന്റെ സിലബസിനകത്ത് ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അതൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാവേ. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ടും കൂടിയായിരിക്കാം ക്വസ്റ്റ്യൻസിൽ ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്.
നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വേണ്ടവർക്ക് എത്രയും എക്സ്പ്ലനേറ്ററി ആയിട്ട് പഠിക്കണമെങ്കിൽ അത്രയും പഠിക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവരാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ക്ലാസ് എടുത്ത് കിട്ടുമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നോട്ട്സ് ഒക്കെ എങ്ങനെയാണ് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈബർ സെക്യൂരിറ്റി പോർഷൻ എന്നാണ് വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിഞ്ഞതിന്റെ ഒരേ ഒരു കാരണം, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് സൈബർ സെക്യൂരിറ്റിയിലാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ലാസ്റ്റ് 10 yearsലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഡി എസിനകത്ത് എങ്ങനെയാണ് കോൺസെപ്റ്റ് പിന്നെ പെർമ്യൂട്ടേഷൻ, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ വരുന്നത് എന്നുള്ളത് നമ്മുടെ നോട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് വായിച്ച് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഡി എസ് ഒക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സും കണ്ടക്ട് ചെയ്തില്ല. പക്ഷെ നോട്ടിനകത്ത് നമ്മൾ എങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ let's read this question. Assume you have a plain text block of 8 bits. Plain text ഉണ്ട്, 8 bits ആണ് അതിന്റെ സൈസ് വരുന്നത്. And you want to encrypt using DS, a data encryption standard algorithm. Okay, and the initial permutation is as follows. Initial permutation order ആണ് ഈ തന്നിരിക്കുന്നത്. Okay, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള plain text block P is equal to 1 0 1 0 1 0 1 0 ബൈനറി വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടെക്സ്റ്റ് obtained by performing the initial permutation on P? ഈ ഒരു ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ഈ പിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് എന്താണെന്നുള്ളത്. ലെറ്റ്സ് പൊസിഷൻ ഈച്ച്. സി ബിറ്റ് പൊസിഷൻസ് 1 2 3 4 5 6 7 8. ഞാൻ ഇത് കൊടുക്കാനായിട്ട് കാരണം ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നോക്കിക്കേ, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും മിനിമം വാല്യൂ 1 ആണ്, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതുകൊണ്ട് തന്നെ ബിറ്റ് പൊസിഷൻ 0 എന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ബിറ്റ് പൊസിഷൻ സ്റ്റാർട്ട്സ് ഫ്രം 1 ആൻഡ് എൻഡ്സ് അറ്റ് 8. ഓക്കെ, ഇനി പെർമ്യൂട്ടേഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. ഓർഡർ എന്താണ്? 2 4 6 8 3 5 1 7 എന്നാണ് തന്നിട്ടുള്ളത്. ഒന്നുമില്ല, അതാത് ബിറ്റ് പൊസിഷൻസിലുള്ള ബിറ്റ്സ് എടുത്തെഴുതുക. സെക്കൻഡ് പൊസിഷനിൽ ഏതാണ് കിടക്കുന്നത്? 0 ആണ് കിടക്കുന്നത്, എടുത്തെഴുതി. ഫോർത്ത് പൊസിഷനിൽ ഏതാണ്? 0 ആണ് കിടക്കുന്നത്, എടുത്തെഴുതി. സിക്സ്ത് പൊസിഷനിൽ ഏതാണ് കിടക്കുന്നത്? 0 ആണ്, എടുത്തെഴുതി. ഇത്രയാവുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കാണും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3 zeros എടുത്തെഴുതി. ഞാൻ ബാക്കിയുള്ളതും കൂടെ എടുത്തെഴുതാം. 8th പൊസിഷനിൽ കിടക്കുന്നത് 0 ആണ്, 3rd പൊസിഷനിൽ 1 ആണ്, 5th പൊസിഷനിൽ 1 ആണ്, 1st പൊസിഷനിൽ 1 ആണ്, 7th പൊസിഷനിൽ 1 ആണ്. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ വിച്ച് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല എത്ര പേര് ഇത് ആൻസർ ചെയ്ത് കാണുന്നുള്ളത്. സൈബർ സെക്യൂരിറ്റി നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൈബർ സെക്യൂരിറ്റി ഉള്ള കുട്ടികൾ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ഭാഗത്തു നിന്നും 3 ക്വസ്റ്റ്യൻസ് സൈബർ സെക്യൂരിറ്റിയുടെ പോർഷന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു കൈൻഡ് ഓഫ് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ പറയാ, നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. കാരണം TFTP എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി TFTP ഇംപ്ലിമെന്റേഷൻ യൂസിങ് UDP സോക്കറ്റ്. UDP യൂസ് ചെയ്തിട്ടാണ് TFTP എന്തായാലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദ പ്രോട്ടോകോൾ, ഈ പ്രോട്ടോകോള് UDP വെച്ചിട്ടാണ് നമ്മൾ ഈ TFTP UDP വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോട്ടോകോൾ ഹാൻഡിൽസ് റിലയബിലിറ്റിയും എറർ റിക്കവറിയും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ അത്രയും ഒരു റിലയബിലിറ്റി എറർ റിക്കവറി ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും UDP പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതായത് എന്താ പറയാ, നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ UDP ആണെങ്കിൽ TFTP, DNS, അതുപോലെ SNMP പോലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് വിത്ത് അക്നോളജ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
സോ ഹിയർ വി ക്യാൻ സേ ഇതും ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ക്രിപ്റ്റോഗ്രഫി നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, ക്രിപ്റ്റോഗ്രഫിയുമായിട്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റ്സ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും മറ്റും നന്നായി പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ആൻസർ ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഓപ്ഷൻ പോലും കാണേണ്ടി വരില്ല. ആപ്ലിക്കേഷൻ ലെയർ അക്നോളജ്മെന്റ്സിന് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ്, അതുപോലെ തന്നെ അക്നോളജ്മെന്റ്സിന്റെ ഒപ്പം തന്നെ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലയബിലിറ്റിയും എറർ റിക്കവറിയും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. TFTP relies on TCP for reliable data delivery and error recovery. No, TCP നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. TFTP uses UDP for fast data transfer. അതറിയാം നമുക്ക്. TFTP UDP ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത് വായിച്ചു നോക്കുന്ന ഒരാൾക്ക് TFTP യൂസ് ചെയ്യുന്ന UDP ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇതൊരു ഓപ്ഷൻ, റൈറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ, ഓപ്ഷൻ എ എന്തായാലും പോയല്ലോ, റിമൈനിങ് നമ്മുടെ ലിസ്റ്റിനകത്തോട്ട് വേണമെങ്കിൽ റൈറ്റ് ഓപ്ഷനായി നാരോ ഡൗൺ ചെയ്യാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ആൻഡ് റിലൈസ് ഓൺ ആപ്ലിക്കേഷൻ ലെയർ അക്നോളജ്മെന്റ്സ് ആൻഡ് റീട്രാൻസ്മിഷൻസ് ഫോർ റിലയബിലിറ്റി. ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാവേ. TFTP ensures reliability by encrypting data packets to prevent loss during ട്രാൻസ്മിഷൻ. അത് എന്തായാലും എൻക്രിപ്റ്റ് ചെയ്യുന്നില്ല. TFTPക്ക് അകത്ത് എൻക്രിപ്ഷൻ ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് FTPയുടെ ലൈറ്റർ വേർഷൻ ആണ് TFTP, ട്രിവിയൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ എൻക്രിപ്ഷൻ അതിനകത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് ഷുവർ ആണ്. TCP അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് ഷുവർ ആണ്. ദെൻ ഫോർത്ത് ഓപ്ഷൻ നോക്കൂ. TFTP യൂട്ടിലൈസസ് IP checksums to verify packet integrity and ensures error-free data transfer. That also not true. ഈ പറയുന്ന IP checksums ഉണ്ടല്ലോ, അത് ആക്ച്വലി നെറ്റ്വർക്ക് ലെവലിലാണ് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ആപ്ലിക്കേഷൻ ലെവൽ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ടോ റീട്രാൻസ്മിഷന് വേണ്ടിയിട്ടോ നമുക്ക് IP checksums യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതും നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓപ്ഷന് റിമൂവ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ്. ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ടു ഓപ്ഷൻ ബി, വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ബട്ട് ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ടഫ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റിക്ക് അകത്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവർക്കാണ് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിലെ ഒരു ടോപ്പിക് ആയിരുന്നു TLS എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് TLS എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി, വൈ ഈസ് പെർഫെക്റ്റ് ഫോർവേഡ് സീക്രസി ഓർ PFS? ഒരു PFS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്യൂരിറ്റി, പിന്നെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ലൈക്ക് TLS എല്ലാം പ്രൊവൈഡ് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ന് നമുക്ക് പറയാം. ഇത് ഈ പെർഫെക്റ്റ് ഫോർവേഡ് സീക്രസി, അത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിക്കും. TLS പോലെയുള്ള സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സപ്പോസ് ഒരു പ്രൈവറ്റ് കീ, ഒരു സെർവറിന്റെ ഒരു പ്രൈവറ്റ് കീ ഫ്യൂച്ചറിൽ കോംപ്രമൈസ് ആവുകയാണെങ്കിലും അത് നേരത്തെ ചെയ്തിട്ടുള്ള ആ സെർവർ നടത്തിയിട്ടുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആയി തന്നെ റിമെയിൻ ചെയ്യും. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന PFS അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോർവേഡ് സീക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിധപ്പെട്ട എല്ലാ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിലും ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? TLSന്റെ കോണ്ടെക്സ്റ്റിൽ വൈ ഈസ് PFS കൺസിഡേർഡ് ആസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഫോർ സെക്യൂറിംഗ് കമ്മ്യൂണിക്കേഷൻസ്? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. PFS എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിലെ PFS പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, നീട്ടി വലിച്ച് ചോദിച്ചിരിക്കുന്നത്. And the options are: PFS prevents replay attacks by ensuring that each session key is unique and not reused. അറിയാത്ത ഈ ഒരു പോർഷനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് ആൻസർ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. ബട്ട് സംഭവ എവിടെയെങ്കിലും PFSനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ they will get to option B. That's the right answer. ഞാനിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെക്കൻഡ് ഓപ്ഷനകത്ത് തന്നെ അത് പറയുന്നുണ്ട്. PFS ensures that if a private key is compromised, previously encrypted communication remains secure. അതാണ് ഇതിന്റെ പർപ്പസ്. ഈ ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, പെർഫെക്റ്റ് ഫോർവേഡ് സീക്രസി എന്ന്.
ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി. ദെൻ സി നമുക്ക് നോക്കാം. ജസ്റ്റ് PFS protects against man in the middle attacks by ensuring that session keys are ephemeral and not stored. അല്ല, PFS guarantees that all data exchanged during a session remains confidential and encrypted. അതും അല്ല. ഓക്കെ, സി ഒരു കാര്യം ഞാൻ പറയാവേ, അതായത് ഈ ഓപ്ഷൻ സി ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എഫെമറൽ കീസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, PFS യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പ്രൈമറി ബെനിഫിറ്റ് ഈസ് ഓൾവേസ് ദിസ് ഓപ്ഷൻ ബി. അതായത് പ്രൈവറ്റ് കീ കോംപ്രമൈസ് ആവുകയാണെങ്കിലും, ഫ്യൂച്ചറിൽ കോംപ്രമൈസ് ആവുകയാണെങ്കിലും പ്രീവിയസ്ലി നടന്നിട്ടുള്ള എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം സെക്യൂർ ആയി തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് PFS ഉറപ്പുവരുത്തും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് ഞാൻ TLS നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് അകത്ത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. വി കൻ നോട്ട് ഇൻക്ലൂഡ് ദിസ് ഇൻ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. Now let's move to the next question. ഈ ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറയുന്ന സോക്കറ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ പൈത്തണിലാണ് നമ്മൾ കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫങ്ഷൻസ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോക്കറ്റ് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അറിയുമായിരിക്കും, ഏറ്റവും ഈസി ആയിട്ടുള്ളത് പൈത്തൺ യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് എന്ന് വരെ ഞാനൊരു പോയിന്റിൽ ചിന്തിച്ചു പോയിന്ന്. ഓക്കെ, ഐ വാസ് ജസ്റ്റ് കിഡിങ്. ഓക്കെ, സി പൈത്തൺ കോഡ് സ്നിപ്പറ്റ് തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ ക്ലയന്റ് സെർവർ ഇന്ററാക്ഷൻ ആണ് സോക്കറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് കോഡ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ കോഡ് സ്നിപ്പറ്റ് എബവ്. ആക്ച്വലി ഈ തന്നിട്ടുള്ള കോഡ് എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെർവർ സൈഡിലുള്ള കോഡാണ് തന്നിട്ടുള്ളത്. ഹാഷ് പിന്നെ കമന്റ് ആണ് ഉദ്ദേശിക്കുന്നത് പൈത്തണിനകത്ത്. എന്നിട്ട് സോക്കറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. ലോ ലെവൽ നെറ്റ്വർക്കിംഗ് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യും TCPക്കും UDPക്കും. അതാണ് ഇത് ചെയ്യുന്നത്. ഇമ്പോർട്ട് സോക്കറ്റ് ഇമ്പോർട്ട് ചെയ്തു. ദെൻ ഒരു സോക്കറ്റ് സെർവർ സോക്കറ്റ് ഈക്വൽ ടു ഡോട്ട് സോക്ക്. അതായത് ആക്ച്വലി ഒരു TCP സോക്കറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ഏത് ടൈപ്പ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, TCP ആണോ UDP ആണോ എന്നുള്ളതാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോക്കറ്റ് സ്ട്രീം എന്ന് പറയുമ്പോൾ TCP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാരാമീറ്റർ. സോ TCP സോക്കറ്റ് TCP സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലൈനിൽ അതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ബൈൻഡ് ചെയ്തിരിക്കുകയാണ് സെർവറിനെ ആരുമായിട്ട്, ഹോസ്റ്റുമായിട്ട്. ആ ഹോസ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ലോക്കൽ ഹോസ്റ്റ് വി ക്യാൻ യൂസ് IP അഡ്രസ്സസ് ലൈക്ക് 127.0.0.1. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത് പോർട്ട് നമ്പർ ആണ്. ബൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ഹോസ്റ്റ് ഐഡിയും കിട്ടണം, അതുപോലെ തന്നെ പോർട്ട് നമ്പറും കിട്ടണം. ഹോസ്റ്റ് ID എന്ന് പറയുമ്പോൾ IPയും കിട്ടണം, അതുപോലെ തന്നെ പോർട്ട് നമ്പറും കിട്ടണം. എങ്കിലേ നമുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ബൈൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഈ സെർവർ സോക്കറ്റിനെ നമ്മളൊരു ലിസണിങ് മോഡിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. സെർവർ സോക്കറ്റ് ഡോട്ട് ലിസൺ ഓഫ് 5 എന്ന് പറയുന്നത് എത്ര ബാക്ക്ലോഗ് പറ്റും എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് എത്ര പെൻഡിങ് കണക്ഷൻസ് വരെ ക്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഈ പോർട്ടിലോട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ദ സെർവർ ഈസ് ലിസണിങ് ഓൺ പോർട്ട് 1 2 3 4 5 എന്നും പറഞ്ഞിട്ട്. Then client socket client address equal to server socket dot accept എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് മീൻസ് ഒരു ക്ലയന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് വരെ, ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലയന്റ് നമ്മുടെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുന്നത് വരെ ഇറ്റ് കീപ് ഓൺ വെയിറ്റിംഗ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് ഈ ക്ലയന്റുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു പുതിയ സോക്കറ്റ് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ക്ലയന്റിന്റെ അഡ്രസ് IPയും പോർട്ട് നമ്പറും എന്ത് ചെയ്യും, ഇതിനകത്തും സ്റ്റോർ ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ആണിത്, ഒബ്ജക്ട്സ് ആണിത്. ഓക്കെ, ദെൻ എന്ത് പറയും, ഒരു പ്രിന്റ് പറയും. അഗൈൻ വാട്ട് ഇസ് ദാറ്റ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ആ ക്ലയന്റിന്റെ അഡ്രസ് മെൻഷൻ, ഇന്ന ആളുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്തു. ദെൻ വാട്ട് ഡസ് ഇറ്റ് ഡു, ക്ലയന്റ് മെസ്സേജ് ഈക്വൽ ടു ക്ലയന്റ് സോക്കറ്റ് ഡോട്ട് റിസീവ് ഓഫ് 1024 ഡോട്ട് ഡീകോഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 1024 ബൈറ്റ്സ് ഓഫ് ഡേറ്റ ക്ലയന്റിന്റെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെർവറിന് ആക്സസ് ചെയ്യാനായിട്ട്, റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും.
അതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡോട്ട് ഡി കോഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഈ റിസീവ് മെത്തേഡ് ആക്ച്വലി ബൈറ്റ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഡോട്ട് ഡി കോഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി അതിനെ ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ക്ലയന്റിൽ നിന്ന് ഇന്ന മെസ്സേജ് ആണ് റിസീവ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ദെൻ ക്ലയന്റ് സോക്കറ്റ് ഡോട്ട് സെൻഡ് ഓൾ. സെൻഡ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം എന്താണ്, ക്ലയന്റിലോട്ട് ഒരു റിപ്ലൈ അയക്കാണ് ചെയ്യുന്നത്. എല്ലാ ബൈറ്റ്സും സെൻഡ് ചെയ്തു എന്നുള്ളതാണ് സെൻഡ് ഓൾ എന്ന് പറയുന്ന മെത്തേഡ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യാണ്, നമ്മൾ അയക്കുന്ന ആ സ്ട്രിങ്ങിനെ പിന്നെ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിനെ ബൈറ്റ്സിലോട്ട് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എൻകോഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡി കോഡിന്റെ പർപ്പസ് നേരത്തെ പറഞ്ഞല്ലോ. ദെൻ എന്ത് ചെയ്തു, ക്ലയന്റ് സോക്കറ്റ് ക്ലോസ് ചെയ്തു, സെർവർ സോക്കറ്റും ക്ലോസ് ചെയ്തു. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്തത്, ഒരു TCP സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു അഡ്രസ്സും പോർട്ട് നമ്പറും കൂടെ ബൈൻഡ് ചെയ്തു. ദെൻ കണക്ഷൻസിന് വേണ്ടി ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഒരു ക്ലയന്റ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. ക്ലയന്റിൽ നിന്ന് ഒരു മെസ്സേജ് റിസീവ് ചെയ്യും, എന്നിട്ട് ഒരു റിപ്ലൈ സെൻഡ് ചെയ്യും, സോക്കറ്റ്സ് ക്ലോസ് ചെയ്യും. ഇത്രയാണ് ബേസിക്കലി നടക്കുന്നത്. സി, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ദ സെർവർ ലിസൺസ് ഫോർ ഇൻകമിംഗ് TCP കണക്ഷൻസ് on port 1 2 3 4 5 and sends a response to the client after receiving a message. ഇതല്ലേ നടക്കുന്നത്, ഓപ്ഷൻ എ അല്ലേ നടക്കുന്നത്. അതായത് ഈ പോർട്ടിലാണ് കണക്ഷൻസ് വരുന്നത്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മെസ്സേജ് കിട്ടിയതിന് ശേഷം ക്ലയന്റിന് എന്ത് ചെയ്യും, ഒരു റെസ്പോൺസ് അയക്കും. അതല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, TCP കണക്ഷൻ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. Then next option എന്താണ് പറഞ്ഞിട്ടുള്ളത്, the server sends a UDP broadcast message to all clients listening on port 1 2 3 4 5 and closes the connection. No, the server establishes a secure TLS connection with the client using certificates stored in local directory. അല്ല, the server uses HTTP protocol to handle get requests and responses for web applications. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് പൈത്തൺ കോഡാണ് തന്നിട്ടുള്ളത് എന്ന് പോലും റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ദിസ് ഈസ് an answerable question from this question paper. ഓക്കെ, സോ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗിൽ നിന്നുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ആർക്കും ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം ആലോചിച്ചു, ഇത് ആക്ച്വലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗിൽ തന്നെ വരേണ്ട ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത്. പിന്നെ ഞാൻ സിലബസിൽ കൂടെ എല്ലാ ടോപ്പിക്സിൽ കൂടെ ഒക്കെ പോയി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്പെസിഫിക്കലി ഒരു എന്താ പറയാ സോക്കറ്റ് പ്രോഗ്രാമിങ്ങും വെബ് സർവീസസും ഒക്കെ വരുന്നത് നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമായിട്ട് സിലബസിൽ വരുന്നുണ്ടല്ലോ. ആ ഒരു ഏരിയയിലാണ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ബിലോങ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം യു ആർ ടെസ്റ്റിംഗ് ദ ടാസ്ക് മാനേജ്മെന്റ് API ഇംപ്ലിമെന്റഡ് ഇൻ ഫ്ലാസ്ക്. ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഒരു പൈത്തൺ വെബ് ഫ്രെയിംവർക്ക് ആണ്. റെസ്റ്റ്ഫുൾ APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ടൈപ്പ് ഓഫ് വെബ് സർവീസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ സിലബസിനകത്ത് വെബ് സർവീസസ്, സോപ്പ്, UDDI ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്തത്. അസ്യൂം യു ആർ ടെസ്റ്റിംഗ് ദ ടാസ്ക് മാനേജ്മെന്റ് API ഇംപ്ലിമെന്റഡ് ഇൻ ഫ്ലാസ്ക്. യു സെൻഡ് എ പോസ്റ്റ് റിക്വസ്റ്റ് ടു ക്രിയേറ്റ് എ ന്യൂ ടാസ്ക് വിത്ത് ദ ഫോളോയിങ് JSON പേലോഡ്. ഇത്രയും കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡേ പോവും, ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഭയങ്കര ഈസിയാണ്. നമുക്ക് തന്നിട്ടുള്ളത് നമ്മളൊരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു പുതിയ ടാസ്ക് എന്ത് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അയക്കുന്ന റിക്വസ്റ്റ് അതിനകത്ത് JSON പേലോഡ്, ഡേറ്റ എന്ന് പറയുന്നത് JSON ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ആ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടാസ്കിന്റെ ആണ് ഇത് തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, ടൈറ്റിൽ ടാസ്ക് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ദിസ് ഇസ് ടാസ്ക് 3. കറന്റ്ലി ഇഫ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ടാസ്ക് ഇൻ ദ സെർവർ ഈസ് ആസ് ഫോളോസ്. കറന്റ്ലി സെർവറിനകത്തുള്ള ടാസ്കുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ടാസ്കുകൾ ഉണ്ട് ഓൾറെഡി. ID1, ID2, ടൈറ്റിൽ ടാസ്ക് 1, ടാസ്ക് 2, ഡിസ്ക്രിപ്ഷൻ ദിസ് ഇസ് ടാസ്ക് 1, ദിസ് ഇസ് ടാസ്ക് 2, ഡൺ, ഫോൾസ്, ഫോൾസ്. ആഫ്റ്റർ സക്സസ്ഫുള്ളി ക്രിയേറ്റിംഗ് ന്യൂ ടാസ്ക്, ഈ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ടാസ്ക് സ്റ്റോർഡ് ഓൺ ദ സെർവർ? 3. ഓൾറെഡി 2 കിടക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ടാസ്കും കൂടെ ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഏതാണ്ട് കോഡൊക്കെ തന്നിട്ട് എന്ന് വെച്ചാൽ ചോദിച്ചിരിക്കുകയാണ്. ഓൾറെഡി 2 ടാസ്ക് കിടക്കുന്നുണ്ട് സെർവറിനകത്ത്. ഞാനിപ്പോ ഫ്ലാസ്കിനകത്ത് ടാസ്ക് മാനേജ്മെന്റ് API ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക്
ഒരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. അതിനകത്തുള്ളത് JSON പേലോഡ് ആണ്. അത് വെച്ചിട്ട് ഞാനൊരു പുതിയ ടാസ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോ ഈ ഒരു പുതിയ ടാസ്ക് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടാസ്കുകൾ എന്റെ സെർവറിനകത്ത് സ്റ്റോർഡ് ആയിരിക്കും എന്നുള്ളത്. 3 കുട്ടികളെ 3. ഓക്കെ, ഇതിനകത്ത് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. വേറെ എന്താ പറയാ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ടാസ്കിലേക്ക് പുതിയൊരു ടാസ്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താ പറയാ, ഇതിപ്പോ ചൈൽഡ് ഫോർക്കൊന്നും അല്ല നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നത്. ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു എക്സ്പ്ലോഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിച്ച് ഇസ് 3. ഇത് ഈസിലി ആൻസറബിൾ ആണ്. എനിക്കറിയില്ല എത്ര കുട്ടികൾ ആൻസർ ചെയ്ത് കാണുമെന്നുള്ളത്. നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 84 അല്ലേ, ഞാൻ എന്റെ നോട്ടിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 82 എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 83 എന്ന് പറയുമ്പോൾ 83 ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ആർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. 84 എന്ന് പറയുന്നത് ആർക്കും ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സി, ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഓൺലി. സോ ഇതിനകത്ത് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാലഞ്ച് ചെയ്തോളൂ കേട്ടോ. വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ട് ഫോർ വരാനെങ്കിൽ, എന്തെങ്കിലും ഞാൻ നോട്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണേ. ഐ ഡോണ്ട് തിങ്ക് സോ. ഇറ്റ്സ് 3 ഓൺലി, ഓപ്ഷൻ ബി. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ചലഞ്ച് ചെയ്യണമെങ്കിൽ ചലഞ്ചും ചെയ്തോളൂ. Now let's move to the next question. Again, Kerberos. In the Kerberos authentication protocol, which of the following statements accurately describes the purpose of the ticket granting ticket and the service ticket? ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെക്യൂരിറ്റി പോർഷൻ എന്നാണ് വന്നിട്ടുള്ളത്. ആർക്കും ആൻസർ ചെയ്യാവുന്നതാണ്. 85th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. TGT എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. TGT ഈസ് യൂസ്ഡ് ബൈ ക്ലൈന്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ടു റിക്വസ്റ്റ് ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ്, അതും കറക്റ്റ് ആണ്. TGT അതിന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് പാർട്ട് ഈസ് റൈറ്റ്. While service ticket is used by key distribution center. Used by key distribution center അല്ല, issued by key distribution center ആണ്. സർവീസ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് key distribution center ആണ്. ടു വെരിഫൈ ദ ക്ലയൻസ് ഐഡന്റിറ്റി, ക്ലയന്റിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനാണോ സർവീസ് ടിക്കറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇമേജ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് കെർബറോസിന്റെ വർക്കിംഗ് എന്നുള്ളത് ഇമേജ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലുണ്ട്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, പിന്നെ നമ്മുടെ നോട്ട്സിനകത്തുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ദെൻ ഇത് എന്തിനാ, സർവീസ് ടിക്കറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് സർവീസസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ലെറ്റ്സ് ചെക്ക് ദ സെക്കൻഡ് ഓപ്ഷൻ. ദ TGT ഈസ് യൂസ്ഡ് ബൈ ദ ക്ലയന്റ് ടു റിക്വസ്റ്റ് ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ്. അതല്ല ഇപ്പൊ തന്നെ വായിച്ചേ. ഓക്കെ, വൈൽ the service ticket is issued by the KDC. Exactly, KDC അല്ലേ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? ടു ഗ്രാൻഡ് ആക്സസ് ടു സ്പെസിഫിക് സർവീസസ് ഓൺ ബിഹാഫ് ഓഫ് ദി ക്ലയന്റ് അല്ലേ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിന് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൺ സ്പെസിഫിക് സർവീസസ് എന്ന് പറയുമ്പോൾ ഫയൽ സെർവർ ആവാം, അല്ലെങ്കിൽ ഇമെയിൽ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം അല്ലേ. സോ ഇതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സി എന്താണ്? TGT ഈസ് യൂസ്ഡ് ബൈ ദ KDC ടു ഓതന്റിക്കേറ്റ് നെറ്റ്വർക്ക് സർവീസസ്, വൈൽ ദ സർവീസ് ടിക്കറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ക്ലയന്റ് ടു എസ്റ്റാബ്ലിഷ് എ സെക്യൂർ channel with the KDC. No. TGT is used by the KDC to issue certificates to clients, while the service ticket is no. Okay, so option B is the right answer. ആർക്കും ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്, 85th ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനകത്ത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും സൈബർ സെക്യൂരിറ്റി പിന്നെ സ്പെഷ്യലൈസ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, RSA എൻക്രിപ്ഷൻ സിസ്റ്റം. ഇൻ RSA എൻക്രിപ്ഷൻ സിസ്റ്റം, സപ്പോസ് എ മെസ്സേജ് M is equal to 64. This is encrypted using RSA with a public key E, public key തന്നിട്ടുണ്ട്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ആണ്, N 31 ആണ്. If the cipher text C is calculated as, അതും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യൂഷ്വലി ഇത് തരാറില്ല നമുക്ക് ക്വസ്റ്റ്യനിൽ. ഓക്കെ, M power E mod N, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. നമുക്ക് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? C is equal to M power E mod N എന്നാണ് പറഞ്ഞിട്ടുള്ളത്. M നമുക്കറിയാം തന്നിട്ടുണ്ട്, എത്രയാണ്? 64. ഇത് എന്താണ് ഇത്?
64 പവർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17. ദെൻ മോഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 31. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ കുറെ പേര് സ്കിപ്പ് ചെയ്ത് കാണും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ബേസ് മോഡ് ലോ എൻ. ഇതെങ്ങനെയാ ചെയ്യുക വെച്ചാല്, 64 പവർ 17 മോഡ് 31 അല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 64 മോഡ് 31 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ദിസ് ഇസ് ഈക്വൽ ടു 2 അല്ലേ? സോ 64 പവർ 17 മോഡ് 31 ഈസ് ഈക്വൽ ടു 2 പവർ 17 മോഡ് 31 ആയിരിക്കും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പറ്റിയാൽ നമുക്ക് പിന്നെ ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? എക്സ്പോണൻസിയേഷൻ പിന്നെ സ്ക്വയറിങ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഈ 2 മോഡ് 31ന്റെ പവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് 2 പവർ 1 എടുക്കുകയാണെങ്കിൽ 2 പവർ 1 ഇസ് ഈക്വൽ ടു 2 ആണ്. മോഡ് 31 ചെയ്ത് കഴിഞ്ഞാൽ 2 തന്നെ കിട്ടും. 2 പവർ 2 ചെയ്ത് കഴിഞ്ഞിട്ട് 2 പവർ 2 മോഡ് 31 എന്ന് പറയുമ്പോൾ 4 ആണ്. 2 പവർ 4 ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാല് 2 പവർ 2 4 8 16 അല്ലേ വരുന്നത്. 16 മോഡ് 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 തന്നെ. ഇനി 2 പവർ ഇതിന്റെ ഡബിൾ ചെയ്ത് 2 പവർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 അല്ലേ വരുന്നത്. 256 മോഡ് 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? ഇത് ചെയ്ത് നോക്കണേ ഒന്ന്. ഇതിന്റെ ആൻസർ നമുക്ക് 8 ആണ് കിട്ടുക. ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനൊന്ന് 256/31 ചെയ്ത് നോക്കി, മോഡ്ലെസ് കണ്ടു. ദെൻ 2 പവർ 16 എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ അല്ലേ വരുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 2 പവർ 16 അല്ലേ 8 സ്ക്വയർ. സോ എങ്ങനെ എഴുതാൻ? എനിക്ക് 64 മോഡ് 31 എന്ന് എഴുതിക്കൂടെ? 64 എന്നിട്ട് 64 മോഡ് 31. അത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 അല്ലേ വരുന്നത്. 64 മോഡ് 31 31 62 2 വരും. ദെൻ അങ്ങനെയാണെങ്കിൽ 2 പവർ 17 എന്ന് പറഞ്ഞിട്ട് വെച്ചാല് 2 പവർ 16 ഇൻറ്റു 2 പവർ 1 ആണ്. 2 പവർ 16 മോഡ് 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇൻറ്റു 2 പവർ 1 മോഡ് 31 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ് കിട്ടുക. സോ 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4. That is the right answer, which is given as option A. അതായത് ലാർജ് എക്സ്പോണന്റ് സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മളിവിടെ പവേഴ്സ് ഓഫ് 2 ഡീകമ്പോസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, സോ എനിക്ക് എത്ര കുട്ടികൾ ചെയ്തു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വാല്യൂ വരുമ്പോൾ സ്റ്റക്കായി ചിലപ്പോൾ ആരെങ്കിലും നിന്ന് കാണും. ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ not sure how many students have answered this. This is also a part of a question from security session അല്ലേ? ആ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സെക്യൂരിറ്റി ഉള്ളവർക്ക് നല്ല സൈബർ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു നല്ല പേപ്പർ ആയിരുന്നിരിക്കും ഇത്. ഓക്കെ, കുറച്ച് പേരെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആൻസർ ചെയ്തിട്ടുണ്ടാവും. Now let's move to the next question. Again, Python code ആണ് തന്നിരിക്കുന്നത്. Consider the following Python code snippet using the request library to perform an HTTPS request. തന്നിട്ടുണ്ട് import request, URL തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്, headers പറഞ്ഞിരിക്കുകയാണ്, എന്ത് authorization, bearer your access token, then response equal to request dot get of URL പാസ് ചെയ്തിരിക്കുന്നു, headers equal to headers എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്, print response dot status code. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? വാട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് ഡസ് HTTPS പ്രൈമറിലി പ്രൊവൈഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റിൽ HTTPS പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി മെഷർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിയാണ്. HTTP അല്ലെങ്കിൽ HTTPS റിക്വസ്റ്റുകൾ അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു URL മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എൻഡ് പോയിന്റ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് HTTPS ആണ് അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ ഹെഡേഴ്സ് എന്ന് പറയുന്നതിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹെഡർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഓതറൈസേഷൻ ടോക്കൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടോക്കൺ ടൈപ്പ് എന്ന് പറയുന്നത് ബെയറർ ആയിരിക്കും. ഗെറ്റ് ആണ് വിളിച്ചിരിക്കുന്നത്. റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് URL, then headers equal to headers എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദിസ് മീൻസ് ഒരു HTTPS ഗെറ്റ് റിക്വസ്റ്റ് ഈ സ്പെസിഫൈഡ് URL-ലോട്ട് സെൻഡ് ചെയ്തിരിക്കുകയാണ് വിത്ത് ദ ഓതറൈസേഷൻ ഹെഡർ. സെർവർ അതിന്റെ റെസ്പോൺസ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ റെസ്പോൺസ് ഡോട്ട് സ്റ്റേറ്റസ് കോഡ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്.
ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി സെക്യൂരിറ്റി മെഷർ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. Here, HTTPS encrypts the connection between client and server. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. Encrypts the HTTP request headers sent to the server. നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ തന്നിട്ടുള്ള ഓപ്ഷൻ ആണ്. അതായത് ഹെഡേഴ്സ് മാത്രമാണ് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. എൻറ്റയർ മെസ്സേജും എൻക്രിപ്റ്റഡ് ആയിരിക്കും. Then encrypts the entire HTTP request and response data exchanged with the server. That is true. Okay. Then verifies the client's identity using digital certificate. No. Enforces access control policies on server side. No. ഇത് ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എനിക്ക് അത്ര ഉറപ്പില്ല ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാനാണ് ചാൻസ്. ഇതും കൈൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിൽ പറയാം സെക്യൂരിറ്റിയുടെ പോർഷൻ ആണ്. ബട്ട് ഐ ആം ഇൻക്ലൂഡിങ് ദിസ് ഇൻ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് സെഷൻ. ഓക്കെ. നൗ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഞാൻ ടയേർഡായി ഇത് ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇൻ എൻ OSPF നെറ്റ്വർക്ക് റൗട്ടിംഗ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കൺജഷൻ കൺട്രോളിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൗട്ടിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് അഡ്രസ്സിംഗ് IPv ഫോർ അഡ്രസ്സിംഗ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. OSPF നെറ്റ്വർക്കിൽ കൺസിഡർ ദ ഫോളോയിങ് നെറ്റ്വർക്ക് ടോപ്പോളജി വിത്ത് ലിങ്ക് കോസ്റ്റ് റെപ്രസെന്റഡ് ആസ് ഷോൺ. ഇഫ് OSPF ഈസ് യൂസ്ഡ് വിത്ത് ഈച്ച് ലിങ്ക് കോസ്റ്റ് റെപ്രസെന്റിംഗ് ദ നമ്പർ ഓഫ് ഹോപ്സ്, what will be the shortest path cost from router A to router D? Okay. നമുക്ക് തമ്മിലുള്ള നെറ്റ്വർക്ക് ടോപ്പോളജി ABCD 4 റൗട്ടേഴ്സ് ആണുള്ളത്. എയും ബിയും സിയും ഡിയും. ഇടയിൽ വരുന്ന നമ്പർ ഓഫ് ഹോപ്സിനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ കാണുന്ന ഈ ഒരു വെയിറ്റേജ് കാണിക്കുന്നത്. എക്കും ബിക്കും ഇടയിലുള്ള നമ്പർ ഓഫ് ഹോപ്സ് ആണ് 2. എക്കും സിക്കും ഇടയിൽ 3 ഉണ്ട്. സിക്കും ഡിക്കും ഇടയിൽ 2. ബിക്കും ഡിക്കും ഇടയിൽ 1. OSPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. ഇതിനകത്ത് OSPF-നകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ഡൈക്സ്ട്രാസ് അൽഗോരിതം അല്ലേ. ഡൈക്സ്ട്രാസ് അൽഗോരിതത്തിന്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോവസ്റ്റ് ക്യുമുലേറ്റീവ് കോസ്റ്റിനെ ചൂസ് ചെയ്യാം. നമുക്ക് A to Dയിലോട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല. എന്ന് ബിയിലേക്ക് പോവും, ബിന്ന് ഡിയിലേക്ക് പോവും. ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ്, ലോവസ്റ്റ് ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. A to D എന്ന് പറയുമ്പോൾ A to B പോയി D പോകുമ്പോൾ നമ്മൾ ടോട്ടലി ക്യുമുലേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ് വരിക. ദെൻ A to C, ദെൻ C to D ആയിരുന്നെങ്കിൽ 3 + 2 5 ആവും വരുന്നുണ്ടായിരിക്കുക. ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്? ഈ 3 വരുന്ന പാത്തല്ലേ. അതായത് ഓപ്ഷൻ A is the right answer. That was a simple question. Anyone can answer this. Okay. അപ്പൊ ഇത്രയാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരള PSCയുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, സിസ്റ്റം മാനേജർ തസ്തികകളിലേക്ക് നടന്ന കോമൺ എക്സാമിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് സെഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത് 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ഏറ്റവും ലിബറൽ ആയിട്ടാണ് പറയുന്നത്. 5 സോറി, ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിനിമം ഇതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ 6 മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എത്ര മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാവോ അടിയിൽ. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ചലഞ്ച് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണേ. അതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.